രക്ഷാകര ജീവിതവും കുരിശുമരണവും ഉത്ഥാനവും വഴി മനുഷ്യരക്ഷ സാധ്യമാക്കിയ ഈശോനാഥൻ സ്വർഗാരോഹണത്തിന് മുൻപ് ശിഷ്യരെ വിളിച്ച് തന്റെ പ്രേഷിത ദൗത്യം ഏൽപ്പിച്ചു. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യേശുവിൻ്റെ ഈ കൽപ്പന ശിരസാ വഹിച്ച് ഭാരത മണ്ണിലേക്ക് സുവിശേഷവുമായി കടന്നുവന്ന ദീദിമോസ് എന്നു വിളിക്കപ്പെടുന്ന തോമാശ്ലീഹ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, പണം വാങ്ങിച്ചാലേ തിരിച്ചു കൊടുക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കും. അയ്യോ തമ്പുരാ, തമ്പുരാ, എന്നെ കണവയൊന്നും ചെയ്യല് തമ്പുരാ. ഞങ്ങള് പാവങ്ങളാണ് തമ്പുരാ. ദൈവങ്ങളെ, ഈ പാവങ്ങളുടെ നിലവിളി കേൾക്കണമേ. അടിയങ്ങളെ രക്ഷിക്കണേ. നിന്നെയൊക്കെ ആര് രക്ഷിക്കാൻ? എനിക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റുമോ? രാജകിങ്കരന്മാരെ. ഓ ഓ ഇതാരാണാവോ ഈ രക്ഷകൻ? എന്റെ പേര് തോമസ്. ഞാൻ അങ്ങ് യെരുസലേമിൽ നിന്ന് വരുന്നു. ഞങ്ങളെ രക്ഷിക്കണേ തമ്പുരാ. ഞങ്ങള് പാവങ്ങളാണ് തമ്പുരാ. അവരുടെ തൊഴിൽ ചെയ്യാൻ അനുവദിക്കൂ. കടം അവര് തന്നു വീട്ടിക്കോളും. ഇവനും പെമ്പ്രനോത്തിയും 10 തലമുറ പണിയെടുത്താലും വീട്ടാൻ പറ്റില്ല ഈ കടം. സർവശക്തനായ ദൈവമേ, പാവപ്പെട്ടവന്റെ നിലവിളി കേട്ട് അവന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമേ, ഈ പാവങ്ങളുടെ നിലവിളി കേൾക്കണമേ. നൂറ് വെള്ളി നാണയങ്ങൾക്ക് പകരം 100 സ്വർണ്ണ നാണയങ്ങൾ. ഇത് സ്വീകരിക്കും. ഇവനെ വെറുതെ വിടും. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന ഒറ്റ ഏറ്റുപറച്ചിലിൽ യേശുവിലുള്ള തന്റെ മുഴുവൻ വിശ്വാസവും സമർപ്പണവും ഉറപ്പിച്ചു മുന്നേറിയ തോമാശ്ലീഹ രോഗികളെ സുഖപ്പെടുത്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചും സുവിശേഷത്തിന് സാക്ഷ്യമേകി. കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് വിവിധ സ്ഥലങ്ങളിൽ സഭാ സമൂഹങ്ങൾക്ക് രൂപം നൽകി. ഭാരതനാട്ടിൽ വിശ്വാസത്തിന് നാളം തെളിച്ചിടുവാൻ ഭാരമതിട്ടൊരു തോമാതാരൻ കപ്പലിലേറി വന്നു. മാത്തോമ വന്നപ്പോ മലയാള നാട്ടില് മാലാക വന്ന പോലെ മാർഗെ വസിക്കുവാൻ സൗഖ്യം പ്രാപിക്കുവാൻ ആളുകളേറെ എത്തി. പിന്നെ നീലക്കലും കൊല്ലത്തും പറവൂരും നേരത്തും
20 വർഷത്തോളം കേരളത്തിൽ നടത്തിയ പ്രേഷിത വൃത്തിക്ക് ശേഷം തമിഴ്നാട്ടിലേക്ക് തോമാശ്ലീഹ യാത്രയായി. തന്റെ സുവിശേഷ പ്രവർത്തനം വഴി മൈലാപ്പൂർ രാജാവും അനുചരന്മാരും ജ്ഞാനസ്നാനം സ്വീകരിച്ച് യേശുവിൽ വിശ്വാസികളായി. ഇതോടെ ചില കുബുദ്ധികളുടെ സ്ഥാപിത താൽപര്യങ്ങളും അഴിമതികളും നടക്കാതെ വന്നു. ശ്ലീഹ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തങ്ങളുടെ ഇംഗിതം നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ ഇവർ ശ്ലീഹായെ വധിക്കാനുള്ള ഗൂഢാലോചനയുമായി മുന്നോട്ടുപോയി. യേശുവേ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്ര, അങ്ങേക്ക് സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. അവിശ്വസിച്ചെങ്കിലും എൻ്റെ തിരുമുറിവുകളിൽ, എൻ്റെ തിരുഹൃദയത്തിൽ സ്വന്തം വിരലുകളാൽ സ്പർശിക്കാൻ കഴിഞ്ഞത് നിനക്ക് മാത്രമല്ലേ? എന്നിൽ നിന്ന് നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അങ്ങേക്കു വേണ്ടി ഒരു രക്തസാക്ഷിയാകണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ മണ്ണിൽ തന്നെ എന്റെ രക്തം ചിന്തണം. അതിനു മുൻപ് എന്റെ ഈ മക്കളെ, അവരുടെ വിശ്വാസത്തെ നിന്റെ തിരുഹൃദയത്തിൽ നട്ടുവളർത്തണം. തോമസ്, നിന്റെ ആഗ്രഹം പോലെ തന്നെ ഈ മണ്ണിൽ നിന്റെ രക്തത്താൽ നീ എനിക്ക് സാക്ഷ്യം നൽകും. ഈ ദേശത്തെ വിശ്വാസികളെ എന്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ ഞാൻ നട്ടുവളർത്തും. വിശ്വാസത്തിൽ അവർ തഴച്ചു വളരും. ദൈവരാജ്യവേലയ്ക്കായി ലോകം മുഴുവൻ എനിക്ക് സാക്ഷികളാകാൻ അനേകം യുവജനങ്ങൾ ഈ മണ്ണിൽ നിന്ന് ഉയർന്നു വരും. ദൈവവിളികളുടെ ഫലഭൂയിഷ്ടമായ ഒരു മണ്ണായി ഈ ദേശം മാറും. ഭൂമിയുടെ അതിർത്തികൾ വരെ അവർ എനിക്ക് സാക്ഷികളായിരിക്കും. അങ്ങനെ തോമായുടെ ആഗ്രഹം പോലെ തന്നെ തന്റെ കർത്താവിനെ പ്രതി ഒരു രക്തസാക്ഷിയായി മരിക്കുവാൻ അവന് കൃപ ലഭിച്ചു. ആ രക്തം വീണ് കുതിർന്ന മണ്ണിൽ നിന്ന് ഉദയം ചെയ്ത ക്രൈസ്തവ സമൂഹം ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് പടർന്ന് പന്തലിച്ച് തങ്ങൾക്ക് ക്രിസ്തുവാകുന്ന പ്രകാശത്തെ പകർന്നു തന്ന ആ പുണ്യാത്മാവിന്റെ സ്മരണയിൽ മുഴുകുന്നു. എല്ലാം മറന്ന് അവർ പാടും. വെള്ളപ്പാവിന്നു തുല്യമൊരാത്മം പരമാനന്ദ മഹത്വമതായി വെള്ളയണിഞ്ഞൊരരുവികളോടെ ആകാശത്തിൽ കയറുന്നു. അതിലങ്ങൊരു സിംഹാസനമതിലായി മാർത്തോമാതാൻ വാഴുന്നു. അൻപോടു പല ഗുണദോഷങ്ങൾ ഇവരോടു താനരുളുന്നു. എന്നുടെ മരണം ഓർക്കും മക്കൾക്കെന്നാൽ നന്മകളുണ്ടാകും. എന്നുടെ മരണം ഓർക്കും മക്കൾ എന്നാൽ നന്മകളുണ്ടാകും.